ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. നവരാത്രിയൊക്കെയാണ്. അപ്പോൾ ഗൊലുവിനുള്ള ഒരു പ്രസാദത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. പ്രസാദമായിട്ട് മാത്രമല്ല, നമുക്ക് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ല എങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവം കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ മാമിമാരെ ബൊമ്മക്കൊലുവിന് പ്രസാദമായിട്ടാണ് തരാറ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടിയോ കടായോ വയ്ക്കാം. അതിലേക്ക് നമുക്കൊരു 1.5 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നന്നായി തിളയ്ക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് 1 ടീസ്പൂണോളം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. ഇനി ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ തിളയ്ക്കുന്നതിന് മുമ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ചെറിയ 1-2 ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക് 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് നന്നായി തിളയ്ക്കണം, വെട്ടി തിളയ്ക്കാന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനെ ഒരു തിളയ്ക്കാൻ തുടങ്ങട്ടെ. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ നമുക്ക് ഉപയോഗിക്കാം. മാമിമാർ സാധാരണയായി പച്ചരി കുതിർത്ത് അതിനെ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ആണ് അതിനെ ഉണ്ടാക്കി വറുത്തെടുക്കുക ചെയ്യുക. പൊടിച്ചിട്ട് ഫൈനായിട്ട് പൊടിയായിട്ടാണ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കൊഴുക്കട്ടയുടെ പ്രത്യേകത തന്നെ ഈ പച്ചമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ആ കായത്തിൻ്റെ മണവും ഒക്കെ കൂടിയുള്ളതാണ്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട പിടിക്കാത്ത വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം. കുറച്ചും കൂടി നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിക്കുന്നത് ഈ മാവ് നല്ല സോഫ്റ്റ് ആവാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം പോരായെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഒട്ടും മിക്സ് ആവുന്നില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മിനിറ്റിന് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് ശേഷം പാത്രം മാറ്റിയിട്ടുണ്ട്. കാരണം ആ പാത്രത്തിന് നല്ല ചൂടായിരിക്കും. നമുക്ക് മിക്സ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് നന്നായി ഒട്ടും കട്ടയില്ലാത്ത വിധത്തിൽ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ നന്നായി ഒന്ന് അതിനെ നീഡ് ചെയ്തെടുക്കാം. ഒട്ടും കട്ട പാടില്ല. ഇതാ നീഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുട്ടി കുഴക്കട്ടയാക്കാം. അമ്മണി കുഴക്കട്ട എന്നാണ് ഇതിനെ മാമിമാരെ വിളിക്കുക കേട്ടോ. എനിക്കിത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു ഫ്ലേവറും ടേസ്റ്റും പിന്നീട് ഒരിക്കലും എനിക്കതങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല. അന്നത്തെ സമയത്ത് മാത്രമാണ് ഈ ഗൊലു പ്രസാദമായിട്ടാണ് അവരത് ഉണ്ടാക്കി തരാറ്. ചെറിയ ബോളുകളാണ് നല്ലത്. ഇതെല്ലാം നമുക്ക് ബോളാക്കി വരാം. ഗൊലുവിന് 9 ദിവസവും 9 തരത്തിലുള്ള പ്രസാദങ്ങളാണ് കിട്ടുക. ഇനി നമുക്കൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. നന്നായി വേവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതൊന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളൊക്കെ കുക്കായിട്ടില്ലേ എങ്ങനെയുണ്ടെന്ന്. കുക്കായിട്ടുണ്ടാവും, നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിലെ പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ എടുക്കാം. നല്ലെണ്ണയിലാണ് എപ്പോഴും ചെയ്യണത് നല്ലത്. കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടണം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നുപരിപ്പിൻ്റെ ഫ്ലേവർ ഭയങ്കര രസമാണ് ഇട്ടതിന്. ഒരു 2-3 ചുവന്ന മുളകും കൂടി മുറിച്ചിടാം. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും. ഇത് മാത്രമാണ് ഇത് വറുത്തിടാൻ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇടാം. പക്ഷേ ഞാൻ ഇന്ന് ഇതിൽ ഇട്ടിട്ടില്ല. ഓൾറെഡി നമ്മുടെ മാവിൽ കായപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ട്. ഇനി ഇതിലേക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള കുഴക്കടയും കൂടി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ ഇതിലേക്ക് പെർഫെക്റ്റായിട്ട് ഇറങ്ങുക. ഇത് നിങ്ങൾക്ക് ഗൊലുവിന് മാത്രമല്ല, സ്കൂളിലേക്ക് കുട്ടികൾക്ക് ബോക്സിലാക്കി കൊടുത്താലും നല്ല സോഫ്റ്റും ആയിരിക്കും, ടേസ്റ്റിയുമായിരിക്കും. ഇതിനെ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് എങ്ങനെയാണ്, സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്താണെന്നൊക്കെ നോക്കാം. നല്ല ഫ്ലേവറും ടേസ്റ്റാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇതാ ഒരെണ്ണത്തിനെ ഞാൻ ഇതാക്കി നോക്കുന്നുണ്ട്. കണ്ടോ, തൊടുമ്പോഴേക്കും തന്നെ നമുക്കതങ്ങനെ ഉടഞ്ഞു പോകും. ആ തേങ്ങാക്കൊത്തും പച്ചമുളകും കൂടിയുള്ള ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അമ്മിണി കൊഴുക്കട്ട. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.